ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പം നമ്മ ഇന്ന് ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ചുരിദാർ സ്വന്തമായിട്ട് തയ്ച്ചിടാൻ ആഗ്രഹമുള്ള ആർക്കും ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. നിങ്ങൾക്ക് തോന്നല്ലേ, ഓ ചുരിദാർ കണ്ട നല്ലതാണ്, ഇതുപോലെ എനിക്കൊന്ന് തയ്ച്ചിടണമെന്ന് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് തോന്നണില്ലേ? അങ്ങനെ തോന്നിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു അധിക അളവുകളൊന്നും വേണ്ട. നമുക്ക് 3-4 അളവുകൾ കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രം നമ്മുടെ ചുരിദാർ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അയച്ചെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു വീഡിയോ ആണ് നമ്മുടേത്. അപ്പം നമുക്ക് ആ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? അപ്പം ആദ്യം നമ്മൾ ചെയ്യണത് എന്താണെന്നറിയോ? നമ്മൾ ആദ്യം നമ്മുടെ ലെങ്ത് ആണ് എടുക്കണത്. അതായത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ ലെങ്ത് എടുക്കുക. കണ്ട, ഇങ്ങനെ വെച്ച് ടേപ്പ് ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് പിടിക്കാം. അതിനുശേഷം കണ്ണാടിയുടെ സ്വയം എടുക്കുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നമ്മുടെ ലെങ്ത് എത്രയാണെന്ന് നമ്മൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ചുരിദാറിൻ്റെ ലെങ്ത് അളന്നെടുക്കുക. ഇങ്ങനെ തന്നെ അളന്നെടുക്കണം. ചുരിദാറിൻ്റെ ലെങ്ത് അളന്നെടുക്കുമ്പോൾ നമ്മളിങ്ങനെ കവർ ചെയ്യേണ്ട. ചുരിദാറുമേ തന്നെയുള്ള നമ്മൾ ലെങ്ത് അളന്നെടുക്കണത്. ബോഡിയിൽ നിന്ന് അളവ് ചെയ്യുമ്പോൾ ഇങ്ങനെ അളന്നെടുക്കുക. അപ്പം അതൊരു 44 ഇഞ്ചാണ് എനിക്ക്. അതിനുശേഷം നമ്മൾ ഷോൾഡറാണ് അളക്കണത്. അപ്പം ഷോൾഡർ അളക്കണം എന്ന് വെച്ചാൽ ബാക്കിലൂടെ എടുക്കുക. ടേപ്പ് ഇഞ്ചിലാണ് നമ്മൾ അളക്കണത്. എന്നിട്ട് നമ്മുടെ ഇവിടെ 2 ബോൾട്ട് പോലെ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ ഷോൾഡർ മെഷർമെന്റ്. ഞാൻ അങ്ങനെ എടുക്കണത്. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഞാൻ ഇട്ടേക്കണ ചുരിദാർ ഞാൻ ഇതുപോലെ തയ്ച്ചതാണ്. എന്നിട്ട് അതിൻ്റെ അളവുകൾ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടി അതൊന്ന് അടയാളപ്പെടുത്തി വെക്കുക. അപ്പം ഈ 2 അളവ് നമുക്ക് ഇതൊന്ന് അടയാളപ്പെടുത്താം. എന്നിട്ട് ബാക്കിയിലോട്ട് പോകാം. ഓക്കെ, അപ്പം നമ്മൾ അളവ് എടുക്കേണ്ട. അപ്പം നമുക്ക് അളവിന് വേണ്ടിയിട്ട് കത്രിക, ടേപ്പ്, ഒരു സ്കെയിൽ, ചോക്ക്, തെളിയണ ചോക്കായിരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം എടുക്കുന്നത് മെഷർമെൻറ്റ് എത്രയാണോ നിങ്ങളുടെ അതെടുക്കുക. അപ്പം ഞാൻ ആദ്യം എടുക്കുന്നത് ഇതിൽ നിന്നും താഴേക്ക്, മുകളിൽ നിന്നും താഴേക്ക് എൻ്റെ 44 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതെടുത്തു. 44 ഇഞ്ച് നമ്മൾ ലെങ്ത് എടുത്തു. അതിനുശേഷം നമ്മൾ ഷോൾഡർ എടുത്തത്. അപ്പം ഷോൾഡറിൻ്റെ നേർപകുതി 2 ഷോൾഡർ നമ്മൾ എടുത്തതിന് 2 ആക്കിയാൽ മതി. രണ്ട് ഭാഗം 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കുക. അപ്പം എനിക്ക് 6.5 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 7 ഇഞ്ച് ഞാൻ വരച്ചിട്ടുണ്ട്. കണ്ടോ, 6.5 എൻ്റെ കറക്റ്റ് ഷോൾഡർ, തയ്യൽ തുമ്പ് 1/2 ഇഞ്ച്, അങ്ങനെ 7 ഇഞ്ച്. അതിന് താഴേക്ക് നമ്മൾ ഇതുപോലെ ഇങ്ങനെയൊക്കെ ഒന്ന് വരച്ചാലുണ്ടല്ലോ, നിങ്ങൾ ചെയ്യണത് അടിപൊളിയായിരിക്കുള്ളൂ, ഒന്നും പറയാനുണ്ടാവില്ല. കണ്ടോ, ഞാനിവിടെ ആ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്, സ്റ്റിച്ചിൻ്റെ വര ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഈ 6.5 ഉണ്ടല്ലോ, ഈ 6.5 നമ്മൾ ഇങ്ങോട്ട് താഴേക്ക് വരയ്ക്കണം. 6.5 തന്നെ താഴേക്ക് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ 6.5 അല്ല 6.5 എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കുക. നമ്മൾ വരച്ചേക്കണത് റെഡി ആണോ എന്ന് നോക്കുക. അപ്പം 6.5 വന്നത് ഇവിടെയാണ്, കണ്ട. എന്നിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കണം. അപ്പം നമുക്കൊന്ന് വരച്ചെടുക്കാം കേട്ടോ. അപ്പം നമ്മളിതൊന്ന് വരച്ചെടുക്കുകയാണ്. ഈ സ്കെയിൽ എടുത്ത് നമ്മളിതൊന്ന് നേരെ വരച്ചെടുക്കാം നമുക്ക് കേട്ടോ. കണ്ടോ, നമ്മൾ ഈ സ്കെയിൽ എടുത്ത് ഇത് നേരെ ഒന്ന് വരച്ചെടുത്തു. നമ്മിപ്പോൾ ഷോൾഡറിൻ്റെ 6.5 തയ്യൽ തുമ്പ് കൂട്ടണ്ട. കാരണം നമ്മൾ ഇവിടെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈനിൽ നിന്നാണ് 6.5 എടുത്തേക്കണം. അതല്ല, തയ്യൽ തുമ്പിൽ നിന്നാണ് എടുക്കണമെങ്കിൽ നിങ്ങൾ 7 എടുക്കണം. 1/2 ഇഞ്ച് മുകളിൽ തയ്ച്ചു പോകും. മനസ്സിലായില്ലേ? ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇനിയുള്ളത് അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചില ആൾക്കാർക്ക് ഈ ആം ഹോളിൻ്റെ അളവ് വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ ആം ഹോൾ ഒന്ന് അളന്നെടുത്താലും നമുക്ക് അളവ് കിട്ടും. അതിൻ്റെ നേർപകുതി അടയാളപ്പെടുത്തിയാലും മതി കേട്ടോ. അപ്പം ആദ്യം നമ്മൾ 2 അളവ് നമ്മൾ അടയാളപ്പെടുത്തി എടുത്ത്, ഇനി നമ്മളിത് ഇഞ്ച് കണക്കിനാണ് എടുക്കണം. സെൻറ്റിമീറ്റർ ഇതാണ്, ഇഞ്ച് കണക്കിനാണ് എടുക്കണം. നമ്മൾ ടേപ്പ് ഇതുപോലെ ഒന്ന് പിടിക്കുക. കണ്ട, നമ്മുടെ കഷത്തിന് കറക്റ്റ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു വിരൽ മാത്രം അകത്തോട്ട് ഇടുക. ഈ ഒരു വിരൽ അകത്ത് വെച്ചുകൊണ്ട് അളവെടുക്കുക. ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യരുത്, നോർമലി നിൽക്കണ വരെ നിൽക്കുക. അപ്പം എത്ര കിട്ടി? എനിക്ക് 39 കേട്ടോ. അപ്പം 39. അതിനുശേഷം നമ്മളുടെ ഷോൾഡറിൽ നിന്ന് നമ്മുടെ നിബിൾ പോയിന്റ് അകലെ കൊടുക്കുക.
അത് 9.5 അതിനുശേഷം ആ രണ്ടളവെടുത്ത് ഷോൾഡറിൽ നിന്ന് നിബിൾ പോയിന്റ് അളവ് താഴോട്ട് എടുത്തതിന് ശേഷം വീണ്ടും ടേപ്പ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ആ നിബിൾ പോയിന്റ് ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടേക്ക് ടേപ്പ് പിടിക്കുക. എന്നിട്ട് എത്രയുണ്ടെന്ന് നോക്കുക. അപ്പം ആദ്യം എനിക്ക് 39 കിട്ടിയത്, ഇതെനിക്ക് 40 കിട്ടി. മനസ്സിലായില്ല? അപ്പോൾ 1 ഇഞ്ച് കൂടുതലുണ്ട്. അപ്പം 40. അതെങ്ങനെയാണ് നമ്മൾ തുണിയിൽ. അപ്പം ആദ്യം നമുക്ക് 39 കിട്ടിയത്. നിങ്ങൾക്ക് ലൂസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് ലൂസ് കൂട്ടിയാൽ എല്ലാ 4 ഭാഗത്തും കൂടി ആകുമ്പോൾ നമുക്ക് 1 ഇഞ്ച് കറക്റ്റിന് കിട്ടും. അപ്പം 39 നമ്മൾ 4 ആക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 3/4 കിട്ടി. അതായത് നമ്മൾ ഈ ഒരു വരയുടെ അപ്പുറത്തേക്ക് 9.75 കറക്റ്റിന് വയ്ക്കുക. കണ്ടോ? 9.75 കറക്റ്റിന് വെച്ചിട്ട് ഈ വരയും കൂടെ ഒന്നങ്ങോട്ട് വരച്ചെടുക്കുക. കണ്ടോ? ഇതാണ് നമ്മുടെ ആം ഹോളിൻ്റെ വണ്ണം. ഇത് ഇങ്ങനത്തെ വരയിട്ടില്ലേ? അവിടെ ശേഷം ഒരു 1.5 ഇഞ്ച് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുക. കണ്ടോ? അപ്പം നമുക്കിത് കറക്റ്റ് കിട്ടി. ഇനി നമ്മൾ നമ്മുടെ ഈ രണ്ടാം സ്റ്റിച്ചിൻ്റെ വരയെന്ന് അല്ലെങ്കിൽ ഷോൾഡർ തുമ്പത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ 10 ഇഞ്ച് അല്ല 1/2 ഇഞ്ച് താത്തി നമ്മൾ വരച്ചേക്കണ വരയിലൂടെ ആണെങ്കിൽ ഒരു 9.5 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുക. കണ്ട? 9 ഇഞ്ച് നമ്മളിവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ മുകളിലത്തെ തയ്യൽ തുമ്പേന്ന് 9.5 ഒരു വര ഇതുപോലെ വരച്ചിട്ടുണ്ട്. ഇനി അവിടുത്തെ വണ്ണം നമുക്ക് 40 അപ്പം നമുക്ക് അവിടെ എത്ര കിട്ടും? 4 ആക്കുമ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 10 കിട്ടും. ആ 10 ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. കണ്ട? അതിനുശേഷം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെയും ഇട്ടിട്ടുണ്ട്. അപ്പം വരച്ചു വരുമ്പോൾ എങ്ങനെ വരും? ഇതിങ്ങനെ വരും, ഒരു ഉരുണ്ടതുപോലെ വരും. കണ്ടോ? ഇങ്ങനെ വരും. നിങ്ങൾ വരച്ച് നോക്കണം ഇങ്ങനെ കേട്ടോ. അതിനുശേഷം നമുക്ക് ഷെയ്പ്പാണ് എടുക്കാനുള്ളത്. അപ്പം ഷെയ്പ്പ് എങ്ങനെ എടുക്കണതെന്ന് വെച്ചാൽ ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പം ഷെയ്പ്പ് ഷോൾഡറിൽ നിന്ന് പിടിക്കുക. ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഷെയ്പ്പ് എത്ര കിട്ടും? കണ്ട? 13.5 കിട്ടും. ആ 13.5 അവിടെ നിന്ന് നമ്മൾ ഇനി ടേപ്പ് ബാക്കിലൂടെ എടുത്തതിന് ശേഷം 1 ഇഞ്ച് ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം വണ്ണം കൊടുക്കുമ്പോൾ വണ്ണം 34. അപ്പോൾ നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പിൽ നിന്ന് താഴേക്ക് 13.5 അടയാളപ്പെടുത്തി. കണ്ടോ? ടേപ്പ് എപ്പോഴും നമ്മുടെ ഷോൾഡറിൽ ഇട്ടേക്കണം കേട്ടോ. എന്നിട്ട് ആ 13 നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുത്തു. കണ്ടോ? ഇനി നമുക്ക് വേണ്ടത് വണ്ണം 34. അപ്പം 34നെ 4 ആക്കുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കുക. അതും കൂടെ നമുക്കിവിടെ ഒന്ന് എഴുതി അടയാളപ്പെടുത്തണം. 4ന്റെ 4 ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അതൊന്ന് നമ്മളിവിടെ അടയാളപ്പെടുത്തി എടുക്കാം. അപ്പം 8.5 ഇല്ല, എന്നാലും ഞാൻ 8.5 ഇവിടെ വരക്കാനുണ്ട് കേട്ടോ. 8.5 കേട്ടോ. ഒരു പോയിന്റ് കുറവ് വരുള്ളൂ. 8.5 വരച്ചു. കണ്ടോ? ഇനി 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. എന്നിട്ട് ഇത് നമ്മൾ കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിലേക്ക് കൂട്ടി വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ കറക്റ്റ് ഷേപ്പ്. കണ്ട? നിങ്ങളൊന്ന് വരച്ചോ, ഞാനല്ലേ പറയണത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ അതായത് മുകളിലത്തെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനൊരു വര വരച്ചിട്ടുണ്ട്. അവിടേക്ക് ടേപ്പ് ഇതുപോലെ ഒന്ന് പിടിക്കുക. പിടിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സ്ലിറ്റിൻ്റെ അളവ് അതൊരു 19.5. മനസ്സിലായോ? തയ്യൽ തുമ്പിന്നാണെങ്കിൽ എടുക്കണേന്നൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഷോൾഡറിൽ വയ്ക്കുക. ടേപ്പ് ഉണ്ടോ? ഷോൾഡറിൽ വെച്ച് കഴിഞ്ഞിട്ട് സ്ലിറ്റിൻ്റെ ഇറക്കം ഉണ്ട്. ഇതാണ്. അപ്പോൾ 19.5 ആണത്. കണ്ടോ? ഇനി അവിടുത്തെ വണ്ണം അപ്പം അത് നമുക്ക് ഇവിടെയാണോ സീറ്റിൻ്റെ അവിടെ വണ്ണം കൂടുതൽ അവിടെ പിടിക്കണം കേട്ടോ. അപ്പോൾ അവിടെ തന്നെ പിടിച്ചിട്ടുണ്ട്. വണ്ണം എത്രയാണെന്ന് നോക്കിക്കേ. കറക്റ്റ് 40. ഒരു വിരൽ ഇട്ടിട്ടുണ്ട് ലൂസ്. 42. അപ്പം 42ൻ്റെ നേർപകുതിയാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അപ്പം 42ന് ഡിവൈഡ് 4 ആക്കി ഡിവൈഡ് വരുമ്പോൾ എത്ര കിട്ടും? അത് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാം നമുക്ക്. കണ്ടോ? ഡിവൈഡ് അടയാളപ്പെടുത്തി. ഇനി ഇവിടെ നമുക്ക് 1 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. കൂടുതൽ തയ്യൽ തുമ്പ് വേണ്ട. 1 ഇഞ്ച് തയ്യൽ തുമ്പ് മതി കേട്ടോ. അപ്പം അതെങ്ങനെ വരും? ഇനി നമ്മൾ വരക്കുമ്പോൾ കണ്ടോ ഒരു 1/2 ഇഞ്ച് നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വരക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് വരച്ചു കൊടുക്കാം കേട്ടോ.
ഈ മേശയുടെ നടുക്ക് ഒരു വട്ടമുണ്ട്, അവിടെ വന്നപ്പോഴത്തേക്കും തെറ്റി ഇതാവണം. അപ്പോൾ നമ്മളിത് കണ്ടോ വരച്ചു. ഇനി ഇവിടേക്ക് നമ്മൾക്ക് 1 ഇഞ്ചാണ് നമ്മുടെ വണ്ണം വന്നേക്കണം, അതും വരച്ചു കണ്ടോ. അപ്പോൾ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ഇതൊന്ന് റൗണ്ട് ചെയ്ത് വരക്കണം കേട്ടോ. ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചു. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ അതായത് ഹിപ്പ് വരെയുള്ള ഇത്. ഇനി താഴേക്ക് നമ്മുടെ താഴെ ഈ ഒരു ഭാഗത്ത് എത്രയാണ് ഇതൊന്ന് നോക്കുക. അതൊന്നും നോക്കാമല്ലോ, നമ്മുടെ ചുരിദാർ എടുത്തത് ഇതുപോലെ വയ്ക്കുക താഴത്തേക്ക് കണ്ടോ. അതിനുശേഷം നോക്കിയേ, ടേപ്പ് ഒന്നിങ്ങനെ പിടിക്കുക. എത്രയുണ്ട്? 23 ഉണ്ട്. ഇത് ഒരു വശത്തെ 4 ആക്കി എടുക്കുമ്പോൾ അതിന് അപ്പം ഇതിൻ്റെ നേർപ്പകുതിയേ വരുള്ളൂ. നമ്മൾ ഒരു വശത്തെ വണ്ണമാണ് എടുക്കണത്. അപ്പം എത്ര വരും നേർപ്പകുതി എന്ന് വരുമ്പോൾ? അത് മാത്രം നമ്മൾ അളന്നെടുക്കുക. നേർപ്പകുതി എന്ന് പറയുമ്പോഴത്തേക്കും 11 കണ്ടോ. ഇവിടെ വരച്ചു. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി, അധികം വേണ്ട കേട്ടോ. 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. നമുക്കിതൊന്ന് വരച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതൊന്നിങ്ങനെ വരച്ചെടുത്തു കണ്ടോ. ഇത്രയേ ഉള്ളൂ എടുത്ത. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളുടെ ഇവിടുത്തെ ഒരളവുണ്ട്, അത് 1.5. അത് ഈ മൂല കണ്ടോ, അത് ആ മൂലയിലേക്ക് പിടിച്ചിട്ട് ആ 1.5 ഇവിടെ ഒന്ന് മെഷർമെന്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ ഇവിടുത്തെ ആ വരയിന്ന് ഇത് നമ്മൾ എടുത്തത് എത്രയാണ്? 6.5. അതിനൊന്ന് 2 ടേപ്പ് മടക്കി വെച്ചിട്ട് ഇതൊന്ന് വരയ്ക്കുക. എന്നിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കണത് ഈ പോയിന്റും ഇതും കൂടിയാണ് കേട്ടോ. അപ്പം അതിങ്ങനെ കൊണ്ടുവന്ന് ഈ പോയിന്റിലോട്ട് നിർത്തണം കണ്ടോ. എന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് കയറ്റണം. ഇതാണ് നമ്മുടെ ഒരു ചുരിദാറിൻ്റെ ശരിക്കും അളവുകളും കാര്യങ്ങളും. അപ്പം നിങ്ങളിത് ഇപ്പോൾ നിങ്ങളുടെ അളവ് ഇങ്ങനെ ഞാൻ കാണിച്ചു തന്ന രീതിയിൽ എടുത്തിട്ട് നിങ്ങളൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു പേപ്പറിൽ അപ്പം തന്നെ എഴുതിയും വെക്കുക. അപ്പം നിങ്ങൾക്ക് പിന്നെ വീഡിയോ രണ്ടാമത് കണ്ട് കാണേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്യണം കേട്ടോ. മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ മനസ്സിലായെന്ന് തന്നെ കമൻറ്റ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് ഇതിൻ്റെ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ലീവിൻ്റെ ഞാൻ ഒരുപാട് 2-3 വീഡിയോ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. ആ സ്ലീവിൻ്റെ വീഡിയോ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ സ്ലീവ് വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം.